സോ ആ ഒരു പോയിന്റിലാണ് ലൈക്ക് ഓക്കെ ഇനി ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടിയുള്ള ജീവിക്കുന്ന പരിപാടി നിർത്തി ഇനി എനിക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഈ കുഴിച്ചു മൂടിയ ആഗ്രഹങ്ങൾ ഈ തുറന്നെടുക്കുന്ന പറയുന്ന ഒരു സെറ്റപ്പിൽ അങ്ങനെ ഫൈനലി ആഫ്റ്റർ 10 years ഓളം വെയിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് സൂപ്പർ ബൈക്ക് എന്നുള്ളൊരു ആ ഡ്രീം അങ്ങനെ അച്ചീവ് ചെയ്യുന്നത്. സുലഭം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു നമ്മുടെ പണ്ടത്തെ പോലെ സ്റ്റോറീസ് തിരിച്ചുകൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ യുണീക്ക് കാര്യം സ്റ്റോറീസ് ആയിരുന്നു. പക്ഷേ എപ്പോഴും ജീവിതത്തിൽ അങ്ങനെ എന്താ പറയുക ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് കാരണം അത് നിർത്തി വെച്ചേക്കായിരുന്നു. ബട്ട് യുനോ സിൻസ് എല്ലാവർക്കും വേണ്ട ഒരു നമ്മുടെ ചാനലിലെ ക്യാരക്ടറും അതായതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരാനാണ് പ്ലാൻ. സോ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ജിതേഷ് ബ്രോയാണ്. ഇപ്പോൾ OG എന്താ ബൈക്കേഴ്സ് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. സോ അതിൽ ഒരാളാണ് ജിതേഷ് ബ്രോ. സോ ഐ തിങ്ക് വി ഓൾ ലവ് ടു ഹിയർ യുവർ സ്റ്റോറി. അപ്പോൾ ജിതേഷ് ബ്രോ എങ്ങനെയാണ് ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്? വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ബൈക്ക്? എങ്ങനത്തെ ബൈക്കിങ്ങിലേക്ക് ഇറങ്ങി? ഞാൻ പഠിച്ചതും വളർന്നതും ഡൽഹിയിലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ടു ലൈക്ക് നമ്മൾ അവിടെ സ്കൂളിലും അല്ലെങ്കിൽ ട്യൂഷനിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നത് ടിപ്പിക്കൽ ഇൻലൈൻ 4 സൗണ്ട് ആണ് ഫസ്റ്റ്. ഡൽഹി എന്ന് പറഞ്ഞാൽ മറ്റേ ബൈക്കിങ്ങിന്റെ ക്യാപിറ്റൽ തന്നെ പറയാം. അന്ന് നമുക്ക് ഈ ബൈക്കിങ്ങിന്റെ കൾച്ചർ എന്താണോ അതിൻ്റെ ഇതറിയില്ല. പക്ഷേ ഐ തിങ്ക് ആ സമയത്ത് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് മേ ബി ഡൽഹി, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കുറച്ചുകൂടി കിട്ടുന്നത്. ഞാൻ നാട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ പല രാത്രികളിൽ ഇതുപോലെ അന്ന് ഞാൻ വിചാരിക്കും ഇവർ ഈ രാത്രി മാത്രമേ ഈ സൗണ്ട് മാത്രം കേൾക്കുന്നു, ആ ദൂരെ നിന്ന് സൗണ്ട് കേൾക്കും അങ്ങനത്തെ. പക്ഷെ എന്ത് വണ്ടിയാണെന്നൊന്നും അറിയില്ല, പക്ഷെ സൗണ്ട് അറിയാം. ലൈക്ക് ഒക്കെ ഒരു ഇൻലൈൻ 4 സൗണ്ട് എന്താണെന്ന് അന്ന് ലൈക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഐ മീൻ കോളേജൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ നല്ലതെന്നുള്ള ഒരു തോട്ട് പ്രോസസ് തുടക്കം വരെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അറിയാലോ ലൈക്ക് ഫിനാൻഷ്യൽ അതെ കമ്മിറ്റ്മെന്റ് ആണ്. പ്ലസ് പേടിയുണ്ട് ഈ ബൈക്ക് വാങ്ങിച്ച് ഇത് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, ഇത് തീറ്റിപ്പോരണല്ലോ. അതെ, അത് കാരണം കുറച്ചു കാലം അവിടെ ഞാൻ പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന ശേഷം 1-2 വട്ടം കാവസക്കിയിലൊക്കെ പോയി. കൊച്ചിയല്ല, അന്ന് ട്രിവാൻഡ്രത്ത് കാവസക്കി ഉണ്ട്, മറ്റേ KTM-ന്റെ പാർട്ട്ണർഷിപ്പ് ഉള്ള സമയത്ത്. സോ അവിടെ ഒരു അന്നത്തെ സംബന്ധിച്ചോളം നിഞ്ച 300 തന്നെ ഒരു വലിയ ബൈക്കാണ്. കാരണം 150 cc ഇരിക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു കൂട്ടുകാരൻ 650 എടുത്ത് ആ സമയത്ത് രാജീവിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ആൾക്കാർ ഇങ്ങനെ കൂടുതൽ അന്ന് 8 ലക്ഷം അന്ന് 6 ലക്ഷം രൂപ എന്താണ്. അപ്പൊ ഈ 300 ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ CBU ആയിരിക്കണം, എനിക്കറിയാം എക്സാക്ട്ലി. പക്ഷെ 4 lakhs അന്നും ഓൾമോസ്റ്റ് 4 lakhs ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് 2014 ആ പോയിന്റില്. അപ്പോൾ 4 lakhs ആ സമയത്ത് ഇസ് ലൈക്ക് ഓക്കെ വന്ന് നോക്കും. അതെ, ഏതാണ്ട് ആ അവസ്ഥയിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സോ ആ ഡ്രീം ലൈക്ക് അങ്ങനെ വെച്ചിരുന്നു. ലൈക്ക് ഓക്കെ കുറച്ചുകൂടി വർക്ക് ചെയ്യാം. കോളേജിലുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ ഒരു പൾസർ 150 മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ആദ്യം എനിക്ക് ബൈക്കിന് ലൈസൻസ് ഇല്ലായിരുന്നു, അതാണ് ഏറ്റവും വലിയ. അതെ, അങ്ങനെയല്ല, കാറിന് ലൈസൻസ് ഉണ്ട്, എനിക്ക് 4-wheeler ലൈസൻസ് ഉണ്ട്. ഞാൻ ആദ്യമേ 18 ആയപ്പോൾ കാറിനാണ് ലൈസൻസ് ചെയ്തത്. കാരണം ഞാൻ ആദ്യം മുതലേ കാർ അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാറിലാണ് നമ്മൾ തുറക്കം. പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെ പോലെ ബൈക്ക് വേണം, കോളേജിൽ ബൈക്കിൽ പോകണം, ആ ഒരു
മൈൻഡ് സെറ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല. സോ അവർ ഓക്കെ സമാധാനം, ഒരു കാര്യത്തിലെങ്കിലും നമുക്ക് സമാധാനമുണ്ട്. പക്ഷേ ഫൈനൽ ഇയർ ആയപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ ഞാൻ തെറ്റിച്ചുകൊണ്ട് ഞാൻ ബൈക്കിലേക്ക് എത്തി. അങ്ങനെ അന്ന് പൾസറാണ് മേടിച്ചത്. R15 മേടിക്കാൻ പോയ ഞാൻ പൾസർ 150ലേക്ക് എത്തി. എന്തുകൊണ്ട് ട്യൂറ്റിൻ്റെ അടുത്തില്ല? അത് ഇവിടെ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചോളം ബൈക്കിന്റെ വില എന്ന് പറയുന്നത് 40,000 കാരണം ബൈക്ക് എന്ന് പറയുന്നത് .A to .B പോകാനുള്ള ഒരു സാധനം മാത്രമാണ്. അപ്പൊ എന്റെ ഗ്ലാമർ കിട്ടും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ R15 എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു അവിടെ. അങ്ങനെയാണ് ഞാൻ മിഡിൽ ഗ്രൗണ്ട് ചൂസ് ചെയ്ത് പൾസർ 150ലേക്ക് അവരെത്തിച്ചത്. അത് കുറച്ചാലും യൂസ് ചെയ്തു. പിന്നെ ജോലി കിട്ടിയ ഉടനെ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ വീണ്ടും ഓക്കെ ഇനി വണ്ടി മാറ്റണം. അങ്ങനെ കുറച്ച് ഓരോ മാസം കിട്ടുന്ന കുറച്ച് ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ച് ഒരു RD-യിലേക്ക് ഇട്ട്, RD എന്ന് വെച്ചാൽ റെക്കറിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്, അന്നേ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, ആ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ക്ലാസിക് 350 6 മാസത്തെ ബുക്കിങ്ങിന് ശേഷം ഫസ്റ്റ് ലോട്ടിൽ ഫസ്റ്റ് വണ്ടി ഞാൻ വാങ്ങിച്ചു. ഓക്കെ, അത് ഫസ്റ്റ് ഓണർ വണ്ടികളിൽ അതെ. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഇല്ല. കാരണം ഒന്ന് വണ്ടിനെ കുറിച്ച് അറിയില്ല, വണ്ടി എങ്ങനെ നോക്കി. അല്ല, ഇത് 2012 തന്നെ മേടിച്ചു. വണ്ടിയെ കുറിച്ചൊന്നും അറിയത്തില്ല, ലൈക്ക് വൈബ്രേഷൻ അങ്ങനെ സംഭവം ടെക്നിക്കൽ സാധനം. അതെ, റിവ്യൂസ് നോക്കി മേടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഒരു സംഭവം റോയൽ എൻഫീൽഡ് അന്നത്തെ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു. അത് മേടിച്ചു. അങ്ങനത്തെ ടി വി ആണ്. ആക്ച്വലി പൾസർ 2 ഞാൻ അതില് ഈ പൾസർ ഞാൻ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന ശേഷം ഞാൻ ഫസ്റ്റ് പോയത് JC റോഡാണ്. എന്തിനാ പൾസർ 150 220 ആക്കാൻ വേണ്ടി. അങ്ങനെയല്ല, മോഡിഫിക്കേഷൻ കിറ്റ്. പക്ഷെ അത് ശരിയാവാത്തോണ്ട് പിന്നെ ഞാൻ അവസാനം ഏഞ്ചൽ ലൈറ്റ്സിൽ ഒതുക്കി. അതെ, ഫ്രണ്ടില് മറ്റേ ലൈറ്റ് മാറ്റി പ്രൊജക്ടർ വെച്ച് നീല ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ കൊളോയി. അന്നത്തെ പോലീസിന്റെ മറ്റേ നോട്ടപ്പുള്ളിയാ. കാരണം കറക്റ്റ് വൈറ്റ് ഫീൽഡിൽ പോകും, പോലീസ് പിടിക്കും. ഒരു ദിവസം പോലീസ് മറ്റേ പൾസർ കൊണ്ട് വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. അങ്ങനെ അങ്ങനത്തെ. അത് കഴിഞ്ഞ് പിന്നെ സമാധാനത്തിന്റെ പാതയിൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസിക് 350 കയറിയതാ. അത് വെച്ചായിരുന്നു ഫസ്റ്റ് ആക്ച്വലി റോഡ് ട്രിപ്പ്. ഇവിടെ ബാംഗ്ലൂർ വന്ന് ഞാൻ ഫസ്റ്റ് അത് എടുത്തിട്ട് ചിക്മംഗ്ലൂർ പോയി. ഒറ്റയ്ക്ക്? അല്ലല്ല, അന്ന് ഇവിടെ എനിക്ക് 4 പേര്, നമ്മൾ കോളേജിൽ നിന്ന് വന്ന ഒരുമിച്ച് പ്ലേസ്മെന്റ് കിട്ടിയ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ 4 പേരിൽ അത് 2 പേര് നമ്മൾ ക്ലാസിക് 350 ഒരുമിച്ച് ഇറക്കിയതാണ്. അങ്ങനെ നമ്മൾ 2 പേരും വേറൊരു പഴയൊരു 90s ബുള്ളറ്റും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 പേരായിട്ട് ഇവിടുന്ന് ചിക്മംഗ്ലൂർ. അതായത് എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡ് ആക്ച്വലി ബൈക്കിൽ. അത് സിംഗിൾ സീറ്ററൊക്കെ ആക്കിയ കൊണ്ടുപോയി. അതില് മറ്റേ ഓപ്ഷൻ ഉണ്ടല്ലോ, ബാക്ക് സീറ്റ് സോളോ. ആ ഓപ്ഷൻ അതിലുണ്ടായിരുന്നുകൊണ്ട് അത് സിംഗിൾ സീറ്റ് പോവാം. പക്ഷെ അന്ന് പോയപ്പോൾ മനസ്സിലായി കുറച്ച് സ്പീഡിൽ എടുത്ത ആ വണ്ടിക്ക് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അത് ഫുഡ് പെഗ്സ് തൊട്ട് മിറേഴ്സ് വേസ്റ്റ് ആണ് ആ വണ്ടിയിൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. ലൈക്ക് വൈബ്രേഷൻ കാരണം ഒന്നും കുറച്ച് കഴിഞ്ഞ് ഈ ലോവർ ബോഡിയൊക്കെ നമ്പാവും ആ വൈബ്രേഷൻ അടിച്ച്. മസാജറായിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ വണ്ടി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഇതെന്ന് വെച്ചാൽ ഈ ക്ലാസിക് ഉപയോഗിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞ്, എല്ലാവരും ഈ അഭിപ്രായം എപ്പോഴും വരുമല്ലോ. അപ്പോൾ പഴയ ബുള്ളറ്റിനാണ് ക്യാരക്ടറും ഫീലും, പുതിയ ബുള്ളറ്റിനത് ഇല്ല എന്ന് പറഞ്ഞ് ആ ഫീല് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ വണ്ടി അങ്ങ് തട്ടി. എന്നിട്ട് പഴയ ഒരു 89 ബുള്ളറ്റ് പോയി വാങ്ങിച്ചു. അത് വാങ്ങിച്ച ശേഷം മനസ്സിലായി അതിൽ പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ 89 ബുള്ളറ്റിൽ പോയി തലവെച്ചു. അത് വാങ്ങിച്ച ദിവസം പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. പിന്നെ അങ്ങനെ അത് ഡെയിലി കമ്മ്യൂട്ടിനൊന്നും പറ്റില്ല. മഴ പെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. പിന്നെ അത് മറ്റേ ഡീകംപ്രസ് ചെയ്ത് അതായത് ആംബ് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. അതെ അങ്ങനത്തെ. പക്ഷെ രസമുണ്ട്, പക്ഷെ അത് സ്പീഡിലൊന്നും പോകില്ല. 40-50. പിന്നെ ഡെയിലി കമ്മ്യൂട്ടിനൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ഇരിക്കുമ്പോൾ ഞാനൊരു FC വാങ്ങിച്ചു. 150. ലൈക്ക് സിറ്റിയിൽ ഓടിക്കാം, മൈലേജ് ഉണ്ട്. അല്ല ഫസ്റ്റ് ജെൻ അല്ല, ഇത് 2016 ഏത് ജെൻ ആണ്, ഷേപ്പ് മാറിയ സാധനം. ആ ഒരു സാധനം മേടിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഓഫീസ് കമ്മ്യൂട്ട്സ് എല്ലാം. സോ ആ പോയിന്റിലും അതെ എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർ പറയുന്നത് .A to .B പോകാൻ വേണ്ടി ഒരു വണ്ടി, അതിൽ കുറച്ചൊരു ബെറ്റർ വണ്ടി, മൈലേജ് നോക്കുന്നു. അങ്ങനെ
അപ്പോൾ പക്ഷെ എപ്പോഴും ആ പാഷൻ ഉണ്ടായിരുന്നു, ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ട് നോക്കിയില്ല. പിന്നെ ആക്ച്വലി ഇതൊരു സൂപ്പർ ബൈക്ക് ലൈക്ക് അങ്ങനത്തെ ഒരു ബിഗർ ജമ്പ് എടുക്കാനായിട്ട് അതൊരു ഓപ്ഷൻ ആയിട്ട് ഒരിക്കലും നമ്മൾ കണക്കൂടില്ല. എന്തായാലും ഈ സാലറി പാക്കേജിൽ എത്തത്തില്ല, അതുകൊണ്ട് അത് ഡ്രീമേ അല്ല. അതാണല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോർ പാഷൻ കാർ തന്നെയായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കാറിലേക്കാണ്. അപ്പം ഈ ബൈക്ക് ഇരിക്കവേ എൻ്റെ ഒരു പോളോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും TSI ആയിരുന്നു. അല്ല TSI, ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 2014-15 ടർബോ ചാർജ് ഇല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 ലിറ്ററിന്റെ ഒരു പോളോ ഉണ്ടായിരുന്നു. അല്ല 4 ആണത്. 4 ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. 3 സിലിണ്ടർ വന്നത് 1 ലിറ്റർ വന്നപ്പോഴാണ്. പക്ഷെ എനിക്ക് അതിന് മുന്നേ സുസുക്കിയിൽ കുറച്ച് കാർസ്, സ്വിഫ്റ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അത് 6 മാസം പോലും ഉപയോഗിക്കില്ല. ഞാൻ പോളോയുടെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയി. കാരണം എനിക്ക് പോളോ ഒന്ന് പ്രീമിയം ഫീല് തന്ന ഒരു കാറായിരുന്നു. ആ ഒരു ബ്ലാക്ക് ഇന്റീരിയർ, പക്ഷെ മിനിമലിസ്റ്റിക് സാധനമാണ്. ബട്ട് ഇപ്പൊ മറ്റേ ബിൽഡ് ക്വാളിറ്റി വൈസ് നമുക്ക് നല്ലതാണെന്ന് പറയാൻ എനിക്കൊന്ന് ഓടിച്ചിട്ട് അതിന്റെ ആവശ്യം. പോളോ യൂസ് ചെയ്തവർക്ക് അതിന്റെ ഇതറിയായിരിക്കും. ഇൻ ജനറൽ i28 കമ്പാരിസൺ ഫീച്ചേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഓടിക്കാൻ ഭയങ്കര ഫണ്ണായിരുന്നു. സ്റ്റിഫാണ് അതൊക്കെയാണ്, പക്ഷെ ഓടിക്കാൻ ഭയങ്കര. അപ്പോൾ ഞാൻ കുറെ ഏറ്റവും കൂടുതൽ കാറിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത കാറും അതായിരുന്നു. അപ്പോൾ അത് അപ്പോഴും കാരണം ഫോക്കസ് കാറിലായതുകൊണ്ട് ബൈക്കിനെ കുറിച്ചുള്ള ഒരു ചിന്ത വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഐ തിങ്ക് സൂപ്പർ ബൈക്സിൽ എത്തിയെന്ന് വെച്ചാൽ പിന്നെ കോവിഡ് വന്ന സമയത്ത് കാറും ബൈക്കും അങ്ങനെ യൂസ് ഇല്ല. അപ്പം ഞാൻ കുറേ കാലം പോളോ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് അവസാനം പോളോ ഞാൻ കൊടുത്തു. അപ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ആദ്യം പോയി ഒരു 4.5 കൊടുത്തു. എത്ര 22 കിലോമീറ്റർ ഓടിച്ചു. ഇപ്പോഴൊക്കെയാണ് എനിക്ക് 6 ലക്ഷം രൂപ കിട്ടി അന്ന്. അത് റെഡ് പോളോ അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ പക്ഷെ ഞാൻ എൻ്റെ ബൈയിങ് നമ്പേഴ്സ് ഞാൻ 5.75 മേടിച്ച 4.5 കിട്ടി ആഫ്റ്റർ ലൈക്ക്. അപ്പൊ അത് അന്ന് വില കുറവായിരുന്നു. അത് പോളോ ഇപ്പോഴത്തെ വില അല്ല അന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതെ അതിന്റെ വില മനസ്സിലുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഡീലായിട്ട് തോന്നിയോണ്ട് ഞാൻ കൊടുത്തു. അപ്പൊ അതേപോലെ അപ്പോഴും ബൈക്കിലേക്ക് ചിന്ത പോകാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിൽ ഞാൻ പഴയ 2009 1.8 സിവിക് പോയി വാങ്ങിച്ചു. അത് അതിൻ്റെ പ്രശ്നങ്ങളും അത് വണ്ടി എടുത്തത് നല്ല ലൈക്ക് അണ്ടർ 50,000 കിലോമീറ്റേഴ്സ് ഓടിയ ഒരു വണ്ടിയായിരുന്നു. കണ്ടീഷനൊക്കെ നൈസായിരുന്നു. പക്ഷെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചുള്ളൂ. അതിൻ്റെ സ്റ്റിയറിംഗ് പമ്പ്, അപ്പോൾ ഞാൻ ഫോറംസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു സിവിക്കിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പമ്പ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ അത് സ്റ്റിയറിംഗ് പമ്പ് പോയി. അങ്ങനെ ആ പരിപാടിയും അവിടെ ഉപേക്ഷിച്ചു. അത് ഫുൾ സെറ്റായിട്ടേ കിട്ടുള്ളൂ ഹോണ്ടയിൽ. സോ അത് 1.5 lakhs ആണ്. വണ്ടിയെ 3 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പകുതി വില കൊടുത്ത് റിയലൈസ് ചെയ്ത് കയറണം. ഇപ്പം ഏതെങ്കിലും ബ്രാൻഡ് ഇപ്പോൾ ഹോണ്ട എനിക്ക് ഭയങ്കര ചീപ്പെന്ന് പറയും, പക്ഷേ അതിനകത്ത് ഏറ്റവും ടോപ്പ് ഓഫ് ലൈൻ കാറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സിനെല്ലാം നല്ല എക്സ്പെൻസീവ് തന്നെ. കാരണം മോസ്റ്റ്ലി CBO ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലായിരുന്നു സിവിക്ക്? അല്ല, ഇമ്പോർട്ടാണ്. അപ്പം CBO വരുമ്പോഴത്തേക്കും പാർട്സ് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. അതെ. പക്ഷെ അന്നത്തെ 2009-10 എന്നുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ എല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്കകത്ത്. ലൈക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. അഗെയിൻ പ്രീമിയം ആണ്. പക്ഷെ ഞാൻ എടുത്തത് ഓട്ടോമാറ്റിക് ആയിരുന്നു. സോ ആ ഗിയർ ബോക്സ് ഭയങ്കര CVT തന്നെ. ആ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉള്ള ഒരു സാധനം. ലൈക്ക് ചവിട്ടുമ്പോൾ വണ്ടി കയറത്തില്ല. അല്ലെങ്കിൽ പിന്നെ സ്പോർട്സിലിട്ട് പാഡിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഫൺ സാധനമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അടിച്ചു പോയി അത്. അപ്പൊ അങ്ങനെ അയ്യോ അത്രയൊന്നുമില്ല, അതൊക്കെ ഭയങ്കര കൂടുതലാണ്. അതെ, അതിന് സൂപ്പർ കാർ ലൈഫ്. മൈലേജ് നോക്കി വണ്ടി ഓടിക്കുന്ന പരിപാടി അന്ന് വിട്ടു. അത് കാലെടുത്തൊക്കെ സിറ്റിക്കൊക്കെ ഓടിച്ച 3, 4, 5 അത്ര മൈലേജ് ഒക്കെ ഉള്ളൂ. അത് പെട്രോൾ അടിച്ച ഒരു അവസ്ഥയോ. പിന്നെ അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ആക്ച്വലി മേ ബി ഐ തിങ്ക് പ്രീ കോവിഡ് തന്നെ കുറച്ച് പേഴ്സണൽ ഡൗൺസ് ഉള്ള ഒരു ടൈമായിരുന്നു. അതിന് മുന്നേ തന്നെ എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ആദ്യം ഇതുപോലെ ഒരു ഫ്ലാറ്റിലൊക്കെ കൊണ്ട് അതെ സ്കാമിന് ഇത്
കരിയർ തുടങ്ങിയപ്പോഴേ സ്കാമിലൂടെ കടന്നു വന്ന ഒരാൾ. പക്ഷെ വണ്ടിയിലല്ലെന്നേ ഉള്ളൂ. ആദ്യം ഞാനൊരു ചെറിയ പ്രോപ്പർട്ടിയിൽ കൊണ്ട് കുറച്ച് പൈസ ഇട്ടു. അപ്പൊ അത് പ്രോപ്പർട്ടി നിർത്തി, ബിൽഡർ മുങ്ങി, അങ്ങനെ ആ പൈസ ഫ്ലാറ്റ് അത് ട്രിവാൻഡ്രത്തായിരുന്നു. അങ്ങനെ ആ പൈസ പോയി. അത് അങ്ങനെ എക്സാക്ട്ലി ഓർക്കുന്നില്ല. അതെ, ഞാൻ മറന്ന് മറ്റേ ആ കളഞ്ഞ ചാപ്റ്ററാണ്. പക്ഷെ അവര് ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ബാംഗ്ലൂരിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അങ്ങനെ കഴക്കൂട്ടം എന്നുള്ള ഏരിയ, ഡെവലപ്പിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ ഒരു 2 BHK ഫ്ലാറ്റിൽ കൊണ്ട് ഇനീഷ്യൽ 20% നിന്ന് കൊണ്ട് കൊടുത്തു. അങ്ങനെ ആ പൈസ പോയി. അതിൽ കുറച്ച് അത് പോയി. അതിൽ കുറച്ച് ലോണും ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടാത്ത പ്രോപ്പർട്ടിക്ക് ലോൺ എന്തിനാ അടയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ EMI ഒന്നും അടച്ചില്ല. അങ്ങനെ എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് അവസാനം കോടതിയിൽ നിന്ന് മറ്റേ സമ്മൺസ് അയക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഇത് 3-4 വർഷമായി. അപ്പൊ ഒരു ആ ഒരു 2019 ടൈം ആയപ്പോ ഞാൻ ഇതിനെ പോയി അങ്ങ് സെറ്റിൽ ഓഫ് ചെയ്തു. സിവിൽ സ്കോർ എല്ലാം പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റേ ബൈക്ക് ലോൺ, കാർ ലോൺ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ പറയും. പക്ഷേ എന്നെ മറ്റേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. അവസാനം ലോണൊന്നും തരൂല എന്ന് പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥയിലായി. പിന്നെ ഞാൻ ബാങ്കിന്റെ അടുത്ത് പോയി സംസാരിച്ചു. ഇതിനെ ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് സ്ക്വയർ ഓഫ് ചെയ്തു. അപ്പൊ അങ്ങനെ ഈ വണ്ടി വിറ്റ പൈസയും അതുവരെ ഉണ്ടാക്കിയ സേവിങ്സ് വെറുതെ കൊണ്ട് ബാങ്കിന് കൊടുത്ത് ഞാനത് സെറ്റിൽ ഓഫിന് വേണ്ടി അതങ്ങ് കൊടുത്തു. അങ്ങനെ അതോടെ ആ പരിപാടി അങ്ങ് ക്ലോസ് ആക്കി. ആ പൈസ കിട്ടിയിട്ടില്ല, അത് പോയെന്ന് അത് മറന്നു. ഇപ്പോഴും കേസ് കൊടുത്തിട്ടുണ്ടോ? കേസൊക്കെ ഉണ്ട്, കേസ് നടക്കുന്നുണ്ട്. അറിയാലോ, അതങ്ങനെ പോകും. അപ്പൊ ഇപ്പൊ കേസ് കൊടുത്തിട്ട് 10 വർഷമായിട്ടുണ്ട്. ഒരു തീരുമാനം ആയിട്ടില്ല. അയ്യോ, അത് അതുപോലെ അത് ബാങ്ക് അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. ലേലത്തിന് ഇടയ്ക്കിടയ്ക്ക് പോവും. അതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. ലൈക്ക് എപ്പോഴെങ്കിലും പക്ഷെ അങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല. അത് കാശ് പോയി എന്നുള്ള സ്കീമിൽ തന്നെയാണ്. അത് കഴിഞ്ഞു. പിന്നെ അത് 2018-19 ഒരു ബാഡ് ഫേസ് ആയിരുന്നു. കുറെ പേഴ്സണൽ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ പൈസയും കൊടുത്ത് എല്ലാം ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ലൈക്ക് നൗ എന്താ പറയുന്നത്, ഐ ഷുഡ് പ്രോബ്ലി സ്റ്റാർട്ട് ലിവിങ് ഫോർ മൈസെൽഫ് എന്നുള്ള. ലൈക്ക് വീട് വാങ്ങിക്കുന്നതിനാ വീട്ടുകാർ എന്താ പറയുന്നത്, ഈ ഇൻവെസ്റ്റ് ചെയ്ത് ഇതാവണം, സെറ്റിൽ ചെയ്യണം, ഫിനാൻഷ്യലി വൈസ് ആയിരിക്കണം എന്നുള്ള രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടി നിർത്തി. ഇനി ഞാൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ബാങ്കുകൾക്കും പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് ടേക്ക് അവേ ഇല്ലല്ലോ. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ആ പൈസ പോയി. സോ ആ ഒരു പോയിന്റിലാണ് ലൈക്ക് ഓക്കെ, ഇനി ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടിയുള്ള ജീവിക്കുന്ന പരിപാടി നിർത്തി. ഇനി എനിക്ക് വേണ്ടി ഞാൻ എന്താന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ, ഈ കുഴിച്ചു മൂടിയ ആഗ്രഹങ്ങൾ തുറന്നെടുക്കുന്ന പറയുന്ന ഒരു സെറ്റപ്പില് 10 വർഷം കഴിയുമ്പോൾ നിനക്ക് അതിന്റെ ഗുണം കിട്ടും. ആ പരിപാടിയൊക്കെ ഞാൻ അന്ന് നിർത്തി. ആ പരിപാടി ഇനി ഞാൻ ഇത്രയോ പറഞ്ഞോളൂ. ഞാൻ ഇനി ഇന്നത്തേക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. ഈ നാളത്തേക്ക് വേണ്ടിയുള്ള പരിപാടി ഞാൻ കുറച്ച് ലൈക്ക് എക്സാക്ട് എൻറ്റയർലി അങ്ങനെയല്ല, പക്ഷെ ഗുമ്മിന് വേണ്ടി അങ്ങനെയല്ലേ പഞ്ചായത്ത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, മറ്റേ ഇന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാൻ ആണ് തീരുമാനിക്കുന്നത്. ഐ വോണ്ട് ടു കീപ് മൈസെൽഫ് ഹാപ്പി എന്നുള്ള രീതിയിൽ. പിന്നെ ഇനീഷ്യലിയൊക്കെ ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു. ലൈക്ക് വാട്ട് എവർ മേക്സ് യു ഹാപ്പി ഗോ ഫോർ ഇറ്റ് എന്നുള്ള രീതി. അങ്ങനെയാണ് ഞാൻ പോയി പോകുമ്പോഴത്തേക്ക് എനിക്ക് സൂപ്പർ ബൈക്ക് വന്നത്. അതെ. അപ്പോൾ സോ അഗെയിൻ അവർക്ക് ഈ ബൈക്സ് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ ബൈക്സിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് പ്രൈസ് എന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. കാരണം അപ്പോഴും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു പൈസയിൽ കാറ് എടുക്കാമല്ലോ. അപ്പോൾ 1-2 കാറിന്റെ ഓപ്ഷൻ നോക്കി. ബട്ട് ദെൻ ഇത്തവണ വിചാരിച്ചില്ല, എനിക്ക് ബൈക്കിലേക്ക് നമ്മള് കാറ് അൾട്ടിമേറ്റ്ലി കാർ ഇഷ്ടമാണെങ്കിലും ഈ റേഞ്ചിൽ തരുന്ന ബൈക്ക് തരുന്ന പെർഫോമൻസിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന കാറ് നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതില് ബെസ്റ്റ് എന്താ പറയുക, അഡ്രിനാലിൻ റഷ് വേഴ്സസ് ഈ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റില് ബൈക്സിലോട്ട്
ഫോക്കസ് ചെയ്തു. ഓക്കെ, ഇനി ബൈക്ക് മേടിക്കണം. ബഡ്ജറ്റ് ആ സമയത്ത് ഞാനൊരു 10 lakhs ബഡ്ജറ്റ് വെച്ചിരുന്നു. 10 lakhs എനിക്ക് പറ്റുന്ന ബൈക്ക് എനിക്ക് എടുക്കണമെന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെ ആദ്യം വന്ന ഓപ്ഷൻ ആ സമയത്താണ് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ ബൈക്കിംഗ് വീഡിയോസ് കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. കാരണം റിവ്യൂ കാണണം. അപ്പം അങ്ങനെയാണ് സ്ട്രെല്ല് എന്ന് അതുവരെ എനിക്ക്. സോ എൻ്റെ കസിൻസ് ആണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ചേട്ടാ സ്ട്രെല്ലിൻ്റെ റിവ്യൂ ആണ്. സ്ട്രെല്ലോ ആരത്? അങ്ങനെ ഞാൻ പുള്ളിയിൽ 1-2 വീഡിയോ കണ്ടിട്ട് ഞാൻ കൊള്ളാം. പുള്ളിയിൽ ആദ്യത്തെ കണ്ട വീഡിയോ ഞാൻ ഹൗ ടു ബൈ എ സൂപ്പർ ബൈക്ക്, അതാണ് ഞാൻ അതിങ്ങനെ. പിന്നെ നോക്കിയപ്പോൾ CBR 650 എനിക്ക് ആക്ച്വലി കാണാൻ ലൈക്ക് ഒരു കുറെ പേർക്ക് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. കുറെ പേർക്ക് എനിക്ക് അതിന്റെ ഫസ്റ്റ് ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ആക്ച്വലി ഭയങ്കര അതില് എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഞാൻ അങ്ങനെ അധികം നോക്കിയതില്ല. ആ ബഡ്ജറ്റിലും ഓൾമോസ്റ്റ് കിട്ടും അന്നും. കാരണം 9 ലക്ഷം രൂപ അങ്ങനെ ഇല്ല, ഓൺ റോഡ് 10 അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ച് വരും. 10-11 ഇടയ്ക്ക് എന്തോ ആണ്. പക്ഷെ ചെറിയ സ്ട്രെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാന്നുള്ള സ്കീമായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ വെച്ചു ഹോണ്ടയാണ് അത് കുറച്ച്. പിന്നെ നേരത്തെ കാർസിലും ആ ഹോണ്ടയുടെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ ലൈക്ക്. അപ്പൊ അങ്ങനെയാണ് ഹോണ്ട CBR മെയിൻലി ലുക്ക് ഡ്രിവൺ ആയിരുന്നു. ആ കളറും ആ ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സൗണ്ട് ഇൻലൈൻ 4 ആണെന്ന് അത് ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇൻലൈൻ 4 തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഹോണ്ട കൊച്ചിയിൽ പോയി നോക്കിയപ്പോൾ ബേസിക്കലി ഹോണ്ടയ്ക്ക് അലൊക്കേഷൻ ഉണ്ട് പെർ ഇയർ. സോ ആ വർഷത്തെ അലൊക്കേഷൻ കഴിഞ്ഞു. 500 വണ്ടി പെർ ഇയറേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ലോട്ട് സ്പെഷ്യൽ ബുക്കിംഗ് അന്ന് കോണ്ടാക്ട്സ് ഇല്ല. സോ എനിക്ക് പിന്നെ അന്ന് എന്നെ സംബന്ധിച്ചോളം ഷോറൂം സ്കാം ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മാറി, ഇപ്പൊ മാറി. പക്ഷെ അത് അന്ന് വരെ ഞാൻ സേഫസ്റ്റ് ഓപ്ഷൻ എന്താ, എനിക്ക് കോണ്ടാക്ട്സിൽ എനിക്ക് വണ്ടിയെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ഷോറൂമിൽ പോയി കിട്ടുന്ന ബഡ്ജറ്റിൽ അല്ല ആ ബഡ്ജറ്റ് കിട്ടുന്ന ബെസ്റ്റ് വണ്ടി ഷോറൂമിൽ തന്നെ എടുക്കുക. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. യൂസ് മാർക്കറ്റ് ഞാൻ നോക്കിയതേ ഇല്ല. അപ്പൊ അങ്ങനെ ഹോണ്ടയിൽ പോയി CBR കിട്ടില്ല. മറ്റേ CB 650 ആയിരുന്നു അതിന്റെ നേക്കഡ്. അത് എനിക്ക് ആ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെയാണ് ഞാൻ വേറെ ഓപ്ഷൻസ് നോക്കി 1-2 കൊച്ചിയിൽ പോയ സ്ഥിതിക്ക് 1-2 ഷോറൂമിൽ പോയി. രണ്ടാമത് പോയത് ട്രയംഫിലാണ് ആക്ച്വലി. സോ ട്രയംഫിൽ പോയത് ബഡ്ജറ്റിൽ ട്രൈഡൻ 660 എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. 9 lakhs ചേഞ്ചിന് എന്തോ കിട്ടും. പക്ഷെ ഞാൻ ആ സമയത്ത് അറിയാണ്ട് സ്ട്രീറ്റ് ട്രിപ്പിൾ RS ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അതോടെ എന്താ പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെടാണ്ടായി. ഞാൻ പറഞ്ഞ് എടുക്കണമെങ്കിൽ അത് എടുക്കണം. പക്ഷെ അത് 13 സംതിങ് ആയിരുന്നു ആ സമയത്ത്. 13.5 ആണ്, വിച്ച് ഇസ് ലൈക്ക് 3 lakhs പുഷാണ്. അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടി ആലോചിച്ചു. പക്ഷേ ഫസ്റ്റ് ബൈക്ക് ആണ്. ഫെയർഡ് ബൈക്സിന്റെ ഓപ്ഷൻ ഇല്ല എനിക്ക്. കാരണം അന്ന് 6R ഇല്ല മാർക്കറ്റില്. ഡേറ്റോൺ ഇല്ല. അല്ല 2021 ആ ഇത്. സോ കോവിഡ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2000 കാരണം മറ്റേ ബാങ്കിന്റെ കടം തീർത്ത് 1 വർഷം ഗ്യാപ്പ് വേണമല്ലോ. അപ്പൊ അങ്ങനെ 1 വർഷം കഴിഞ്ഞു. സോ ഓൾമോസ്റ്റ് 2021 മിഡ് ഓർ എൻഡ് ആവാറായി. അപ്പൊ അങ്ങനെ വന്നപ്പോ വെരി ഫ്യൂ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. പിന്നെയാണ് സ്ട്രീറ്റ് ട്രിപ്പിൽ പോയി ഇത് പോയി എന്താ പറയുക ഹോണ്ട പോയി. ഡുക്കാറ്റിയിൽ ഞാൻ പോയിട്ടില്ല. കാരണം ഡുക്കാറ്റി എൻ്റെ ബഡ്ജറ്റിൽ ഫിറ്റ് ആവില്ല എന്നുള്ള ഒരു അപ്പൊ അത് ഞാൻ കൺസിഡറേ ചെയ്തില്ല ബ്രാൻഡ്. പിന്നെ ഉള്ളത് കാവസക്കി ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം Z900 ഒരു ചെറിയ ടെസ്റ്റ് റൈഡ് ചെയ്തു. അന്ന് കൊച്ചിയിലില്ലായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടി കൊച്ചിയിൽ വന്നപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു. അങ്ങനെയാണ് ബാംഗ്ലൂരും കൊച്ചിയും സർക്കുലേഷൻ ഇതാണ്. അപ്പൊ അവര് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അങ്ങനെ കൊച്ചിയിൽ ഒരു ദിവസം പോയിട്ട് വണ്ടി ഓടിച്ചു നോക്കി. അപ്പൊ എല്ലാവരും പറഞ്ഞു CBR 650 എന്തുകൊണ്ടും ബെറ്റർ വാല്യൂ പ്രൊപ്പോസിഷൻ ആണ്. കൂടുതൽ പവർ ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയ വന്ന BS6 അന്ന് അല്ല അൽത്താഫിനെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് വേറൊരു പയ്യനായിരുന്നു, അരുണോ അങ്ങനെ എന്തോ ഒരു പയ്യനുണ്ടായിരുന്നു അവിടെ. സോ അവനായിരുന്നു അന്ന് എല്ലാം ഡീൽ ചെയ്തത്. അങ്ങനെ അന്ന് ആക്ച്വലി രാകേഷ് ബ്രോ ഇല്ല അവിടെ കൊച്ചിയിൽ, ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു. ഇവരാരും ഞാൻ അന്ന് അവിടെ കൊച്ചിയിൽ കണ്ടില്ല. പിന്നെ ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വണ്ടി കൊള്ളാം, ഞാൻ ബുക്ക് ചെയ്തു.
ഈ ബുക്കിങ്ങിന്റെ കഥ വേറെ. ഞാൻ ഹോണ്ടയിൽ ആദ്യമേ പോയി ബുക്ക് ചെയ്തായിരുന്നു വണ്ടി. എന്നിട്ട് എല്ലായിടത്തും പോയി മെയിൽ അയച്ച് പൈസ തിരിച്ചു വാങ്ങിക്കും. ട്രയംഫിൽ 50,000 കൊടുക്കും, തിരിച്ചു വാങ്ങിക്കും. പിന്നെ ഫൈനലി കാവസാക്കി പറഞ്ഞ് പൈസ ഒന്നും തിരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, ബുക്കിംഗ് എമൗണ്ട്. കാരണം ഇത് CBU അല്ലേ, Z900 ഇപ്പോഴും CBU ആണ്. ജപ്പാനിന്നോ? Z900 CBU ആണ്, ZX10R CKD ആണ് ഇപ്പോഴും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെല്ല് തോന്നുന്നു. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ഫ്രീ ട്രേഡ് തായ്ലൻഡ് വഴിയാണ് വരുന്നത്, ഡയറക്റ്റ് ജപ്പാൻ അല്ല. അങ്ങനെ Z900 ഫിക്സ് ചെയ്തു, അതിന് ബുക്കിംഗ് കൊടുത്തു. പക്ഷെ ബുക്കിംഗ് അവർ പറഞ്ഞു അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് CBU. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് CBU വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് ഹൈ ആണ്. സോ ബാക്കി എല്ലായിടത്തും 50,000 ആണെങ്കിൽ കാവസാക്കിയിൽ 1 lakh മേടിച്ചു. അങ്ങനെ കുഴപ്പമില്ല, എന്തായാലും തീരുമാനിച്ചല്ലേ അത് എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ Z900 ഹയസ്റ്റ് സെല്ലിംഗ് ബൈക്കാണ്. സോ എപ്പോഴും ഇൻ ഡിമാൻഡ് ആണ്. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 16 ആണ്, അങ്ങനെ എന്തോ ആണ്, 16 or 15 ആണ്. ഒരു മാസം കാവസാക്കി കൊച്ചിക്ക് കിട്ടുന്ന 2 വണ്ടിയാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. സോ ഇഫ് ഇറ്റ് ഗോസ് ഇൻ ഓർഡർ 8 മാസം വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ ക്യാൻസലേഷൻ വരും, ആൾക്കാർ ഇത്രയും വെയിറ്റ് ചെയ്യാണ്ട് വേറെ വണ്ടിയിലേക്ക് പോകുമ്പോൾ യു ക്യാൻ മൂവ് അപ്പ് ദ ലാഡർ. അപ്പം ഞാൻ ഓക്കെ, വേറെ ഓപ്ഷൻ എനിക്ക് വേറെ എന്ത് ചെയ്യാനാ, വെയിറ്റ് ചെയ്യാനേ ഓപ്ഷനുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ റഷ്യ-യുക്രൈൻ്റെ മറ്റേ ആ വോറും വന്നു. അങ്ങനെ എന്താ ഈ കുറേ ഈ ട്രേഡിങ് മറ്റേ ഷിപ്പിന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റ് ആയി, അങ്ങനെ കുറെ. അത് 2 മാസം 3 മാസം അങ്ങനെ വീണ്ടും പോയി. ഒരു 4-5 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഈ 2 ഇഷ്യൂസ് ആണ് ഉള്ളത്. ഒന്ന് ക്ഷമ പോയി, പിന്നെ കയ്യിലുള്ള പൈസ തീരും. അപ്പൊ ഞാൻ ഷോർട്ട് ടേം പാർക്ക് ചെയ്തു, ലൈക്ക് എവിടെയെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ കയ്യിലിരുന്ന് ഉറപ്പായിട്ടും ചിലവാക്കും. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഓക്കെ ഈ ബൈക്കിനൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ, കാറിലേക്ക് തിരിച്ചു വന്ന അങ്ങനെ എന്തെങ്കിലും ഡൈവേർഷൻസ് വരും. അപ്പം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് എന്താ പറയുന്നത് Z900 തന്നെയാണെന്ന് തീരുമാനിച്ചു. Z900 പിന്നെ ഞാൻ ആക്ച്വലി യൂസ് മാർക്കറ്റിൽ നോക്കി തുടങ്ങി. പക്ഷെ വണ്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ, ഭയങ്കര റിസ്ക് ആണ്. എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ നിനക്ക് ലൈക്ക് ഇത്രയും വലിയ സാധനം വണ്ടീനെ കുറിച്ച് അറിഞ്ഞുകൂടാ, മെക്കാനിക്കിനെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു അതൊന്നും അറിയില്ല എനിക്ക്. അങ്ങനെ ലക്കിലി ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, ഞാനിങ്ങനെ വണ്ടി നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട് എന്തോ UK പോകും, അവൻ്റെ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ട്. അവൻ ഏത് വണ്ടിയാണ്, ഇതുപോലത്തെ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു, നീ ഒന്ന് നോക്കുന്ന പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഫ്രണ്ടിന്റെ അവൻ UK പോയിരുന്നു, ആ വണ്ടി കൊടുക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ കാരണം എനിക്ക് ആരുടെ അടുത്ത് ചോദിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു സ്പേസിൽ ആരും അറിയത്തില്ല, ഒരു സൂപ്പർ ബൈക്കറിനെ പോലും നേരിട്ട് അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യം ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ തന്നെ പോയി, ഞാൻ അച്ഛനെയും കൊണ്ട് ഞാൻ അങ്കമാലിയിലായിരുന്നു വണ്ടി. അപ്പം ഞാൻ അങ്കമാലിയിൽ പോയി. എൻ്റെ കാവസാക്കി എന്തായാലും കൊച്ചിയല്ലേ, അപ്പൊ ആ പയ്യൻ കാവസാക്കിയിലോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാവസാക്കിയിൽ ഹിസ്റ്ററി എടുത്തു, വണ്ടിയിലെ എല്ലാം ഇഷ്യൂസ് അവര് ഓപ്പണായിട്ട് പറഞ്ഞു. ത്രോട്ടിൽ ബോഡിക്ക് ഒരു ഇതുണ്ട്. അതെ, ത്രോട്ടിൽ ബോഡി ഇഷ്യൂ അല്ല, അത് ഡസ്റ്റ് കയറിയിട്ട് ഒരു വണ്ടിക്ക് ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി ഓഫായി പോയി. അപ്പൊ അത് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത സെറ്റ് ആണ്. ഇത് BS4 Z900 വെച്ചാൽ നോ ഇലക്ട്രോണിക്സ് ABS ഉണ്ട്, ട്രാക്ഷനോ റൈഡിംഗ് മോഡ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ആ വണ്ടി കൊള്ളാം. സുഗോമി എഡിഷൻ, മറ്റേ ലിമിറ്റഡ് ഒരു കളർ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും കാവസാക്കിയുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് ഈ വണ്ടി അങ്ങനെ ഇത് അങ്ങ് മേടിച്ചു ഞാൻ. അതായിരുന്നു അങ്ങനെ ഫസ്റ്റ് സൂപ്പർ ബൈക്ക്. അത് നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു. ലൈക്ക് പക്ഷെ ഭയങ്കര റോ ആ. അപ്പൊ വലിച്ചെടുത്തു. പക്ഷെ ഞാൻ ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും സംഭവമില്ല. ഞാൻ വണ്ടി എടുക്കാൻ പോയത് ഒറ്റയ്ക്കാ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരം. ഫസ്റ്റ് വണ്ടി സൂപ്പർ ബൈക്ക് എക്സ്പീരിയൻസ് ഞാൻ ആ MC റോഡിലൂടെ ഓടിച്ച് തിരിച്ചു വരിക. ഞാൻ ആ ഫുൾ ട്രിപ്പിൽ 70 പൊക്കത്ത് പോയിട്ടില്ല. ആണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് പേടി എനിക്ക് വണ്ടി വളയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വളവൊക്കെ എത്തുമ്പോ ഞാൻ വിചാരിക്കുന്ന പോലെ വണ്ടി പോകുന്നില്ല. അപ്പൊ എനിക്ക് പേടിയാ, എന്തായാലും ഞാൻ സ്പീഡ് പോകത്തില്ല എന്ന് തീരുമാനിച്ചു. കൂടുതൽ സ്പീഡിലാ വണ്ടി കേറും, മറ്റേ വളമെടുക്കുമ്പോ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഫിക്സ് ചെയ്തു, ഞാൻ ഈ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ഞാൻ 60, 70, 80 അതിനെ പൊക്കത്ത് ഞാൻ പോയിട്ടില്ല. ഒന്നാമത് ഇതിനു മുന്നേ ഞാൻ അങ്ങനെ വലിയ വണ്ടി ഓടിച്ചിട്ടില്ല. 150 cc ഞാൻ നേരെ 900 cc പോയത്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം പിടിച്ചു അത് യൂസ് ടു ആവാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ആഫ്റ്റർ ഇൻ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഒരു 10 years
ഓളം വെയിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് സൂപ്പർ ബൈക്ക് എന്നുള്ളൊരു ആ ഡ്രീം അങ്ങനെ അച്ചീവ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വന്നു. വണ്ടി സ്റ്റോക്കായിരുന്നു. സോ അങ്ങനത്തെ ആഡംബരമൊന്നും ആ സമയത്തില്ലായിരുന്നു. എങ്ങനെ വണ്ടി ഓടിക്കണം, വണ്ടി ഓടിച്ചാൽ ആദ്യം കയ്യിൽ ആവണോ, കഷ്ടപ്പെട്ടിട്ടാണ്. അതെ, കാരണം ഒന്ന് എനിക്ക് ഇതിന്റെ വിലയൊക്കെ കേട്ടിട്ട് ആദ്യമേ തല കറങ്ങാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒന്നും അറിയാണ്ടുള്ളതിന്റെ. അതെ, ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ ഇതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് ആക്ച്വലി നോക്കാനും പോയില്ല. സോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യമേ പുതിയ ബൈക്ക് വാങ്ങിക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നല്ലോ. അപ്പൊ ഞാനിപ്പോ യൂസ് മാർക്കറ്റിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചൊരു ബഫർ ഇല്ലേ. ഞാൻ ഓക്കെ എന്ത് വന്നാലും ഞാൻ ഇതിനകത്തുനിന്ന് ഇത് മാനേജ് ചെയ്യും. ഇത് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. പിന്നെ ഇതിന്റെ ഓരോ സാധനങ്ങളുടെ വില ടയറിന് 50,000 രൂപ, ബ്രേക്ക് പാഡിന് 16,000 രൂപ. ഞാൻ അയ്യോ ഇതിപ്പോ അധികം കാലം ഇതിപ്പോ പൈസ കൊണ്ട് പോകാൻ. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുണ്ട് ബ്രോ വണ്ടി എടുത്തത്, അതാണ് പ്രശ്നം പറ്റിയത്. ലോക്ക്ഡൌൺ മുന്നേ ആയിരുന്നു ടയർ ഇത്ര വിലയിലായിരുന്നു, പകുതി വിലയായിരുന്നു. ഇത് മേടിച്ച ശേഷം ഞാൻ ഓരോ സാധനം ലൈക്ക് എന്താ പറയാ റൈഡിങ് ഗിയർ അതിന്റെ ഒരു ഐഡിയ പോലും ഇല്ല എനിക്ക്. ലൈക്ക് ഇതിന് ഇത്ര കോസ്റ്റ് ഉണ്ട്, ഹെൽമെറ്റ് ഇത്ര വിലയുണ്ട്. കാരണം അന്ന് എൻ്റെ ഇരിക്കുന്ന LS2 ഹെൽമെറ്റാണ്. അത് തന്നെ ഞാൻ വിചാരിച്ചു 5,000 രൂപ കൊടുത്ത് ഇത്രയും വില കൊടുത്ത് ഹെൽമെറ്റ് ഒക്കെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റിനെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ ആ സമയമായപ്പോൾ പകുതി കൂടി മേജർ ബ്രാൻഡ്സ് ഇമ്പോർട്ട് സ്റ്റോപ്പായി. മറ്റേ ISIയുടെ ഇഷ്യൂ കാരണം ബാക്കി എല്ലാ സാധനങ്ങളും ആക്ച്വലി ഇവിടെ ഞാൻ ആ സമയത്ത് സ്റ്റിൽ കേരളത്തിലാണ്. അപ്പോൾ മേജർ ബ്രാൻഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ നമ്മളിപ്പോൾ ആൽപൈൻ സ്റ്റാർ നോക്കിയാലും ഡൈനസി നോക്കിയാലും ഇതൊന്നും അവിടെ കിട്ടത്തില്ല. അങ്ങനെ അതെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 1-2 രൂപ മാർക്കാണല്ലോ. ഞാൻ എടുത്തില്ല ഇതൊന്നും. ബൈക്ക് എടുത്തു, പക്ഷെ ഇപ്പൊ ഗിയറില്ല. അപ്പൊ ഞാൻ ആദ്യം പോയത് ഒരു ഹെൽമെറ്റ് തപ്പിയാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഒരു ബെല്ലിന്റെ ഹെൽമെറ്റ് ആയിരുന്നു. അത് ഞാൻ അങ്ങ് മേടിച്ചു. ഓക്കെ, കാരണം എനിക്ക് ഇത് ആരെടുത്ത് ചോദിക്കണം എന്നറിയില്ല. ആകെയുള്ള ഓപ്ഷൻസ് തിരിച്ചിരിക്കുമ്പോഴത്തേക്കും 100 ഓപ്ഷൻസ് ആണ് കമ്മ്യൂണിറ്റിയിലാണ്. അതെ, അപ്പൊ അത് അന്നില്ല. അന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നുള്ളത് ഒരു സിറ്റിയിൽ ഒരു സ്റ്റോറി പോയാൽ അവിടെ എന്താണോ കിട്ടുന്നത് അതാണ് സാധനങ്ങൾ. ഇതാണ് പ്രശ്നം. കുറെ പേര് ചോദിക്കും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, പക്ഷെ എവിടെ ഏത് ബൈക്ക് പോയാലും അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏത് വണ്ടിയാന്ന് ഗസ് ചെയ്ത് ഇൻലൈൻ 4 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ അന്ന് ബെല്ലിൻ്റെ ഒരു ഇത് വാങ്ങിച്ചു. പിന്നെ ഏതോ ഒരു റൈഡിങ് ജാക്കറ്റ് മേടിച്ചു. ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്, എനിക്ക് അത് ഓർമ്മയില്ല. എനിക്ക് സോളേസ് ആണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചു. ഓക്കെ, കാരണം അഗെയിൻ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എന്താണ് സംഭവം ഒന്നും അറിയില്ല. കിട്ടുന്ന ഓപ്ഷൻസിൽ ഒരു സാധനം അങ്ങ് മേടിച്ചു. അതിനുശേഷമാണ് ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞ ബൈക്ക് എടുത്തു എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതുവരെ ഉള്ള പോയിന്റ് എന്ന് വെച്ചാൽ ബൈക്ക് മേടിക്കുന്നു. ഇതും കൊണ്ട് യാത്ര പോകുന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ മേടിക്കുന്നത്. പക്ഷെ ആ ഒരു സൗണ്ടും ആ ഒരു എക്സൈറ്റിംഗ് റഷിന് വേണ്ടി തന്നെ മേടിച്ചു.